പ്രിയമുള്ളവരെ, ഇന്ന് സ്വാതന്ത്ര്യദിനം കേരളമൊട്ടാകെ, ഇന്ത്യ ഒട്ടാകെ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 79ാമത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം ഇന്ന് എല്ലാ കുഞ്ഞു കുട്ടികൾ മുതൽ ഇന്ന് വൃദ്ധരായവർ വരെ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെ ഈ സന്ദർഭത്തിൽ വലിയ വയലിലെ വട്ടക്കരിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപിച്ചിരിക്കും ഏറ്റവും നല്ല ഒരു ദിവസമായ ഇന്ന് തന്നെ ഈ പാങ്ങോട് പഞ്ചായത്തിലെ വലിയ വയൽ വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിട്ടുള്ള മാഗസിൻ പ്രകാശനം കൂടി നടക്കുകയാണ്. ഇന്ന് ദേശീയ തലത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 79ാമത് വർഷത്തെ സന്തോഷത്തിന്റെ തിമിർപ്പിലാണ് എല്ലാവരും. ഈ സന്ദർഭത്തിൽ ഈ കുഞ്ഞുങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള അവരുടെ എഴുത്തുകൾ, അവർ വരച്ച ചിത്രങ്ങൾ, അവരുടെ ക്രാഫ്റ്റ് വർക്കുകൾ ഒക്കെ ചേർത്തുകൊണ്ട് നമ്മൾ ഇറക്കുന്ന മാഗസിൻ ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി പ്രിയപ്പെട്ട ഈ മാലാഖ കുഞ്ഞുങ്ങൾ അവരുടെ ക്രിയാത്മകമായ അവരുടെ രചനകൾ നമ്മളിന്ന് ഈ നാട്ടുകാർക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ ഔപചാരികമായി ഈ മാഗസിൻ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. ഇതിൻ്റെ പേജുകൾ നല്ല രചനാത്മകമായ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു മാഗസിനാണ്. ഇത് എല്ലാവർക്കും മാതൃകയാണ്. ഈ കുഞ്ഞു മക്കൾ, ഈ മാലാഖ കുഞ്ഞുങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഈ പതിപ്പ് ഈ നാടിന് സമർപ്പിക്കുകയാണ്. സല്യൂട്ട് എന്നാണ് സ്വാതന്ത്ര്യദിന പത്രിക. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ വയൽ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ വലിയ വയൽ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഡ് സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഇവിടെ കൃഷി ചെയ്തതിൻ്റെ വിളവെടുപ്പാണ്. അവർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ധാരാളം മുളക് കാച്ചു നിൽപ്പുണ്ട്. ബാക്കി വഴുതനം, തക്കാളി, ധാരാളം ചെടികൾ ഉണ്ട്. ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ബഡ് സ്കൂളിൻ്റെ കുഞ്ഞുങ്ങൾ നട്ട ഈ കൃഷി ചെയ്ത് വിളവെടുപ്പാണ് നടക്കുന്നത്. ഞാൻ ഒട്ടിച്ച് എൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വയ്ക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ മണ്ണ് പൊന്നാണ്. ഈ മണ്ണ് പൊന്നാക്കി
വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സമ്മതിച്ചു. ഇനി കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിക്കണം, ഒന്നും പാഴാക്കി കളയാതെ. ഇത് നിങ്ങൾ തന്നെ നട്ടത്, നിങ്ങൾ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നതാണ് ഉത്തമം. പുറത്തേക്ക് കൊടുക്കാനൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ഇതിനെ ഈ കൃഷിയെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇത് അഭ്യർത്ഥിക്കുക എന്നുള്ളത്.